ഇറാനു നേരെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെ തിരിച്ചടിച്ച് ഇറാൻ. ഇസ്രായേൽ തലസ്ഥാനമായ ടെൽ അവീവിൽ പലയിടങ്ങളിൽ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകൾ പ്രയോഗിച്ചതായാണ് റിപ്പോർട്ട്. ജെറുസലേമിലും സ്ഫോടനങ്ങൾ നടന്നതായി റിപ്പോർട്ടുണ്ട്. ഇക്കാര്യം ഇസ്രായേൽ സൈന്യവും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെതിരെ തിരിച്ചടി ആരംഭിച്ചുവെന്ന് ഇറാനും ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആക്രമണം പ്രതീക്ഷിച്ചിരുന്ന ഇസ്രായേൽ ജനങ്ങളോട് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറാൻ ആവശ്യപ്പെട്ടിരുന്നതായും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ ആക്രമണങ്ങളിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ടെന്നും സൂചനയുണ്ട്. 2 ഇസ്രായേൽ യുദ്ധവിമാനങ്ങൾ വെടിവച്ചിട്ടതായും ഇറാൻ റിപ്പോർട്ട് ചെയ്യുന്നു. ടെൽ അവീവിന് മുകളിൽ കടുത്ത പുകപടലങ്ങൾ ഉയരുന്നുവെന്നും മധ്യ ഇസ്രായേലിനും ജെറുസലേമിൽ നിന്നും നിരവധി സ്ഫോടന ശബ്ദങ്ങൾ കേട്ടതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആക്രമണ സമയത്ത് ജെറുസലേമിൽ അപായ സൈറനുകൾ മുഴങ്ങിയിരുന്നു. ടെൽ അവീവിലെ ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനത്തിന് സമീപം തീപിടുത്തമുണ്ടായെന്നും വിവരമുണ്ട്. ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് ഇറാൻ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 5 പേർക്ക് പരിക്കേറ്റതായി ഇസ്രായേലി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരുന്നു. പരിക്കേറ്റ ഒരാളുടെ നില ഗുരുതരമെന്നും 4 പേർക്ക് നിസ്സാര പരിക്കുമെന്നും വിവരമുണ്ട്. ഇറാൻ ഇസ്രായേൽ ആക്രമണത്തിൽ UN രക്ഷാസമിതി അടിയന്തര യോഗം ചേർന്ന് സാഹചര്യം ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഇറാൻ തിരിച്ചടി തുടങ്ങിയത്. അതേസമയം ആക്രമണം തുടരുകയാണെന്ന് ഇസ്രായേലും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്നലെ ഇറാനിലെ സൈനിക ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ഇറാൻ സൈന്യത്തിലെ ഉന്നതരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണം നടന്നതിന് പിന്നാലെ രാജ്യത്തെ ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് ഇറാൻ താൽക്കാലിക നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. വൈകുന്നേരത്തോടെ ഇസ്രായേൽ വീണ്ടും ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് ഇറാൻ ശക്തമായി തിരിച്ചടിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.